കൊല്ലം ആയൂർ തേവന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് വഴിയരികിൽ നിന്ന 45-കാരി മരണപ്പെട്ടു. പൂയപ്പള്ളി സ്റ്റേഷനിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ASIയും വേങ്ങൂർ സ്നേഹാലയത്തിൽ പ്രസാദ് വർഗീസിന്റെ ഭാര്യയുമായ 45 വയസ്സുള്ള സ്വപ്നയാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സ്വപ്ന തൊട്ടടുത്ത് നിന്ന് പോസ്റ്റിൽ ഇടിച്ച് തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കൊട്ടാരക്കര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണുന്നതിനു വേണ്ടി മരണപ്പെട്ട സ്വപ്നയും സഹോദരിയും വേങ്ങൂർ ജംഗ്ഷനിൽ എത്തുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത ബന്ധുവായ ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചതിനു ശേഷം റോഡരികിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കവേ റോഡിലൂടെ യുവാവ് ഓടിച്ചു വന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സ്വപ്നയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2:30 മണിയോടുകൂടി സ്വപ്നയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ നമ്മുടെ ഒരു വീടായത് വെള്ളം കൊടുത്തപ്പം പിന്നെ ഈ വന്നത് മാറിക്കൊള്ളാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിയന്ത്രണം തെറ്റിയാ വന്നത്, സ്പീഡിനാ വന്നത്. അങ്ങനെ ഇവര് ഒഴിയുന്നതിന് മുമ്പ് പക്ഷെ ഇങ്ങനെ വന്ന് കയറി. അവര് ചേട്ടത്തി അനിയത്തിയും കൂടെ ബസ് കയറാൻ വന്നപ്പോഴ് സ്വപ്ന ചേട്ടത്തിക്ക് എന്നോട് വെള്ളം ചോദിച്ചു, ചൂടുവെള്ളം. കയറി വന്ന വഴിക്ക് അവൾക്ക് ഇച്ചിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം എടുത്തേക്ക് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടോട്ട് നിന്നതാ. അവള് ഗേറ്റിന്റെ അവിടെ വന്ന് നിന്ന് വെള്ളം കുടിച്ചതാ. ആ സമയത്ത് അവിടുന്ന് ബൈക്ക് വരികയും അവളെ മാത്രം ഇടിക്കുകയും ചെയ്തു. ഞങ്ങളുണ്ട് ഇച്ചിരി മാറി നിന്ന് അവൾ ഇച്ചിരി തിരിഞ്ഞു നിന്നേ, അവളെ കണ്ടില്ല ബൈക്ക് വരുന്നതും. ഇത്ര ഒഴിഞ്ഞു നിൽക്കുവായോണ്ട് അവളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. ചടയമംഗലം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി.